തെളിച്ച മണി വേണ്ട. എന്റെ കൈയുടെ ഒരു അവസ്ഥ കാണിച്ചു തരാം കേട്ടോ. കണ്ടോ കൈയുടെ അവസ്ഥ കണ്ടോ? ഇതാണ് എന്റെ കൈയുടെ. ഇപ്പൊ ഒരു സുഖമായി. പക്ഷെ ഇതാരും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. എയർ ഫ്രയറിൽ പോലും ഞാൻ കുക്ക് ചെയ്തപ്പം എയർ ഫ്രയറിലേക്ക് കൈയുടെ കൊണ്ടു മറ്റേ ചിക്കൻ തിരക്കിന്റെ ഇടയിൽ ചിക്കൻ എടുത്തതാട്ടോ. അപ്പൊ പണി കിട്ടി. ഉറങ്ങിയതുകൊണ്ട് എന്റെ കണ്ണുമൊക്കെ നല്ല വീർത്തിരിക്കുന്നുണ്ടല്ലേ. സെറിക്കുട്ടിനെ കണ്ടിട്ട് കുറെ നാളായില്ലേ അല്ലേ? കുറെ നാളായില്ലേ സെറിക്കുട്ടിനെ കണ്ടിട്ടൊക്കെ. സെറിക്കുട്ടിയൊക്കെ എക്സാമിന്റെ തിരക്കിലാണ് അത്ര. ബെഡ് 2-3 പ്രാവശ്യം വിരിക്കണം കേട്ടോ ഒരു ദിവസം. 2-3 പ്രാവശ്യമെങ്കിലും ബെഡ് വിരിക്കണം. നമ്മുടെ ഈ വേല സെറിക്കുട്ടിയുടെ ടോമാണ് ഇത്. ടോം നമ്മുടെ ഇവക്കുട്ടീനെ കിട്ടില്ല. ഇവക്കുട്ടിക്ക് എക്സാം ആണ്. അപ്പൊ അവളെ കിട്ടില്ല. അപ്പൊ നമ്മ തന്നെ ആയിരിക്കും ഇനിയുള്ള കുറച്ച് നാളത്തെ പരിപാടികള്. ഫോക്കസിംഗ് ഒക്കെ എത്രത്തോളം ഉണ്ടെന്ന് എനിക്കറിയില്ല. എന്തായാലും ഐ ആം ഡൂയിങ് മൈ മാക്സിമം. എല്ലാവർക്കും സുഖമല്ലേ? കുറേ നാളായാലും നമ്മൾ വീഡിയോ ഇട്ടിട്ടൊക്കെ. വീഡിയോ ഇടാതെ ആകുമ്പം എന്നെ അന്വേഷിക്കുമ്പം എനിക്ക് കിട്ടുന്ന ആ സന്തോഷം ഉണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കാൻ വയ്യ കേട്ടോ. അതിന് നിങ്ങളോട് എല്ലാവരോടും ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ. ഞാൻ കമന്റിനൊക്കെ റിപ്ലൈ തരാറുണ്ട്. ഇത് ലേറ്റ് ആവുകയെന്നുണ്ടെങ്കിൽ ഒന്നും കരുതരുത്. കാരണം അത്യാവശ്യം നല്ല രീതിയിൽ ബിസി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലുണ്ടല്ലോ നമുക്ക് ഒട്ടും സമയമില്ല. ഈ വീഡിയോ ഒക്കെ ഞാൻ 2-3 ആഴ്ചയ്ക്ക് മുന്നേ എടുത്ത് വെച്ചതാണ്. 2 ആഴ്ചയ്ക്ക് മുന്നേ എടുത്ത് 2-3 ആഴ്ചയിൽ 2 ആഴ്ച മുന്നേ എടുത്ത് വെച്ച വീഡിയോ. പക്ഷേ എന്താ പ്രശ്നം, എഡിറ്റ് ചെയ്യാൻ സമയമില്ല. എല്ലാം എവിടെയെങ്കിലും പോയി വന്നിട്ടാണെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ എഡിറ്റ് ചെയ്യാൻ ഫോൺ എടുത്ത് കഴിയുമ്പം നമ്മൾ ഈ പറഞ്ഞതുപോലെ ജസ്റ്റ് യൂട്യൂബ് നോക്കും, യൂട്യൂബ് വഴി ഫേസ്ബുക്കിൽ കയറും, ഫേസ്ബുക്ക് വഴി നമ്മൾ എവിടെയെങ്കിലും വാട്സപ്പിൽ കയറും, പിന്നെ തിരിച്ച് പിള്ളേരുടെ പഠിത്തത്തിലോട്ട് പോകും. വേറെ ഒന്നല്ല, അവർക്ക് എക്സാമും കാര്യങ്ങളാണല്ലോ. അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് ഇവക്കുട്ടീനെ അങ്ങനെ നമ്മൾ പഠിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇപ്പോൾ ട്യൂഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവൾ ഏകദേശം ഓക്കെയാണ്. പക്ഷേ സെറയുടെ കാര്യത്തിൽ എന്ന് പറഞ്ഞാൽ നമ്മളൊന്നും അവളെ ശ്രദ്ധിക്കണമല്ലോ. എന്നാലും ഞാൻ അധികം ലോഡ് കൊടുക്കാറില്ല കേട്ടോ. ബേസ് പഠിക്കട്ടെ എന്നാൽ പിന്നെ അവരും അങ്ങനെ സെറേനെ അങ്ങനെ നമ്മളിങ്ങനെ ഫോഴ്സ് ചെയ്ത് പഠിപ്പിക്കേണ്ട പ്രശ്നമൊന്നുമില്ല. അവൾ അത്യാവശ്യം വലിയ കുഴപ്പമില്ലാണ്ട് ഗ്രാസ്പ് ചെയ്ത് എടുക്കുന്നുണ്ട്. പിന്നെ ശ്രദ്ധിക്കാത്തൊരു കുറവ് മാത്രമേ ഉള്ളൂ എന്ന് പറയുവാണെന്നുണ്ടെങ്കിൽ. അപ്പം എന്തേ കണ്ടില്ലേ, എന്നെ കാത്ത് കുറേ പാത്രങ്ങളുണ്ട്. ഞാനൊരു വൈകുന്നേരം ഒരു 5:30 ആയപ്പോൾ കിടന്നതാണ് കേട്ടോ. ഞാൻ നല്ലൊരു മാരത്തൺ ഉറക്കം അങ്ങോട്ട് ഉറങ്ങി. കുറേ ദിവസമായി ഇങ്ങനെ കിടന്ന് ഉറങ്ങിയിട്ടെന്നേ. ഇന്ന് എങ്ങും പുറത്തേക്കൊന്നും പോയില്ല. അപ്പം ഞാൻ കരുതി കിടന്നങ്ങോട്ട് ഉറങ്ങാമെന്ന് കരുതി. ഇവർക്ക് ചായ കൊടുത്ത് കഴിഞ്ഞിട്ട് അങ്ങ് കിടന്ന് ഉറങ്ങി. പണ്ടൊക്കെ ഉണ്ടല്ലോ ഞാൻ സ്കൂൾ വിട്ട് വരുമ്പം ചായ കുടിച്ച് കഴിഞ്ഞിട്ട് ഈ പറഞ്ഞതുപോലെ ഇങ്ങനെ അങ്ങ് കിടന്നുറങ്ങും. എന്നിട്ട് എൻ്റെ അപ്പാപ്പനും അമ്മമ്മയാണല്ലോ എന്നെ വളർത്തിയിരുന്നതൊക്കെ. അപ്പോൾ അവർ എന്നെ ഒരു വൈകുന്നേരം ലഞ്ചല്ല ഡിന്നർ കഴിക്കാൻ വേണ്ടി വിളിക്കും. രാത്രിയിലത്തെ എന്തെങ്കിലും കഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊന്നും അറിയണ്ടല്ലോ, സുഖജീവിതമല്ലേ, ഫ്രീ അക്കോമഡേഷൻ ഫ്രീ ഫുഡ് എന്ന് പറഞ്ഞ പോലെ എല്ലാം നല്ല 5 സ്റ്റാർ ട്രീറ്റ്മെൻറ്റ്. അത് കഴിഞ്ഞിട്ട് പിന്നെയും കിടന്നുറങ്ങും. പക്ഷെ അങ്ങനെ ഉറക്കം തീരുമ്പോൾ ഭയങ്കര ഒരു സന്തോഷവും സമാധാനമാണ് കേട്ടോ. പിറ്റേ ദിവസം ക്ലാസ്സിൽ പോകണമെന്ന് ഓർത്ത് പിറ്റേ ദിവസം എണീക്കുമ്പോൾ ഉള്ള സങ്കടം മറ്റൊന്നുമില്ല. അത് മറ്റൊരു കാര്യം. പക്ഷേ എന്നാലും നേരത്തെ എണീക്കാൻ പറ്റും. അത്ര ഉറക്കമൊക്കെ ഉറങ്ങി നമുക്ക് ക്ഷീണമോ ടെൻഷനോ കാര്യങ്ങളോ ഒന്നുമില്ല. പക്ഷെ ഇപ്പോൾ അങ്ങനെ ഉറങ്ങണമെന്നൊക്കെ വിചാരിച്ചാൽ നടക്കില്ല എന്നേ. കാരണം നമുക്ക് ഓരോ ടെൻഷനാണ്. അയ്യോ രാത്രിയിലത്തേക്കൊന്നും കൂട്ടാൻ കറി ഉണ്ടാക്കിയിട്ടില്ലല്ലോ, അല്ലെങ്കിൽ ഈ പിള്ളേരുടെ കാര്യം, പിള്ളേരെ സ്കൂൾ വിടണമല്ലോ, അവരുടെ യൂണിഫോം അയൺ ചെയ്യണമല്ലോ എന്നൊക്കെയുള്ള കുറേ കാര്യങ്ങളൊക്കെ. പിന്നെ ഇവക്കുട്ടി ഏകദേശം അവളുടെ കാര്യങ്ങളൊക്കെ ചെയ്തോളും. മീൻസ് യൂണിഫോമൊക്കെ അയൺ ചെയ്തോളും, സെറയുടെ അയൺ ചെയ്ത് വെക്കും. പക്ഷെ അവൾക്ക് പറഞ്ഞതുപോലെ ഒത്തിരി ബേർഡൻ നമുക്ക് കൊടുക്കാൻ പറ്റില്ല ഇനി. കാരണം അവൾക്ക് എല്ലാം കൂടി പറ്റില്ല. കാരണം അവൾ ക്ലാസ് കഴിഞ്ഞെത്തുമ്പോൾ തന്നെ 4:30 ടൈമൊക്കെ ആവും. അപ്പം നമ്മളെല്ലാം കൂടി കൊടുത്താലും അവർക്കും ബുദ്ധിമുട്ടാണല്ലോ, കുട്ടികളല്ലേ. ഇവയുടെ പ്രായത്തിലൊക്കെ ഞാനൊരു പണി ചെയ്യില്ലായിരുന്നു കേട്ടോ. പക്ഷേ കൊച്ചു അങ്ങനെയല്ല. കൊച്ചു കുറച്ചും കൂടെ എന്താ പറയുക റെസ്പോൺസിബിൾ ആണെന്ന് വേണം പറയാം. അങ്ങനത്തെ നമ്മളുടെ പാത്രങ്ങളെല്ലാം കഴുകുന്നു. ഞാൻ പൊതുവേ സിങ്കിലെ പാത്രം രാത്രി സമയം ഒട്ടും ഇടില്ല കേട്ടോ. രാത്രി സമയം പാത്രം ഇട്ട് വെച്ച് കിടക്കാറില്ല. കാരണം നമുക്ക് ഈ പറഞ്ഞതുപോലെ കിച്ചൺ ഓപ്പൺ ആയതുകൊണ്ട് പല്ലിയും ശല്യവും പിന്നെ നമുക്കൊന്നും ചെയ്യാൻ തോന്നില്ല. ആ എൻ്റർ ഡേ പിന്നെ ഒന്നും ചെയ്യാൻ തോന്നില്ല. രാത്രി കിച്ചൺ നല്ല ഫ്രഷായിട്ട് രാവിലെ വരുമ്പോൾ നല്ലൊരു എനർജി ഫീൽ നമുക്ക് ഉണ്ടാവും. എല്ലാവർക്കും അങ്ങനെയല്ലേ. പക്ഷെ ഇത് വൈകുന്നേരം എൻ്റെ കൈവിട്ടു പോയി മക്കളെ. ചെമ്മീൻ ഇനിയിപ്പോൾ എൻ്റെ കൈ കണ്ടോ, എൻ്റെ ഗ്ലൗസ് റെഡി. കാരണം ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു എന്ന് എനിക്ക് ഓർക്കുന്നില്ല. എൻ്റെ കൈ ആണെന്നുണ്ടെങ്കിൽ പറഞ്ഞല്ലേ, ഓക്കെ, കയ്യിൽ ചെറിയ ബേൺ വന്നല്ലോ. അപ്പം ഇനിയിപ്പോൾ അത് വെള്ളത്തിലിട്ട് മുക്കി ഒരു കോലം ആക്കിയിട്ടുണ്ട്. പക്ഷെ ഇത് ക്ലീൻ ചെയ്യാതിരിക്കാൻ വയ്യ. ഞാൻ ഉച്ചയ്ക്ക് എടുത്തിട്ട് പുറത്തിട്ടതാണ്.
ഉച്ചയ്ക്ക് ഇപ്പോൾ വൈകുന്നേരമായി. അപ്പോൾ അതുകൊണ്ടിട്ട് ഞാൻ എന്തായാലും ക്ലീൻ ചെയ്യട്ടെ. അപ്പോൾ നമുക്ക് നല്ല ചെമ്മീൻ റോസ്റ്റ് എന്തായാലും ഉണ്ടാക്കാം. കുഞ്ഞു 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 ക്ലിപ്സ് കാണിച്ചാൽ ഞാൻ സ്വന്തമായിട്ടാണ് കേട്ടോ വീഡിയോ എടുക്കുന്നത്. അപ്പം സാമനോട് ക്ലീൻ ചെയ്ത് തരാമെന്ന് പറഞ്ഞു. പക്ഷേ പുള്ളി ക്ലീൻ ചെയ്തിട്ടുണ്ടെങ്കിൽ വേറെ ആരെങ്കിലും വല്ല കോളിമ്പെല്ലാം അടിച്ചിട്ടുണ്ടെങ്കിൽ ചെമ്മീനിൽ കൈയിട്ടിട്ട് അങ്ങോട്ട് പോകാൻ ഇത്തിരി പണിയായിരിക്കും. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ തന്നെ ചെയ്തോളാം, എനിക്ക് ചെയ്യാനേ ഉള്ളൂ എന്ന് പറഞ്ഞു. അപ്പം നമുക്ക് ചെമ്മീൻ ക്ലീൻ ചെയ്യണ വീഡിയോ ഒന്നും കാണിക്കണ്ടല്ലോ, ബോറടിക്കും, ലാഗിങ് ആയി പോവും. അപ്പം ഞാൻ എന്തായാലും ഇത് ക്ലീൻ ചെയ്തിട്ട് നമ്മളുടെ മസാലയൊക്കെ ഇട്ടിട്ട് ഞാൻ വരാം. അപ്പം എല്ലാവരും പോലെ എങ്ങും പോരുത് കേട്ടോ. ഞാൻ ദേ കയ്യുന്നുണ്ടല്ലോ ആ ഗ്ലൗസൊക്കെ അയച്ചു കഴിഞ്ഞു കേട്ടോ. ഗ്ലൗസൊന്നും നല്ലൊരു കവർ കെട്ടി വെച്ചതാണ്. ഗ്ലൗസ് വാങ്ങാൻ വേണ്ടി പോകുമ്പം നമുക്ക് മറ്റേ ഇതാ കിട്ടുന്നത്, നമ്മളുടെ എന്താ പറയുക സർജിക്കൽ ഗ്ലൗസാണ് കിട്ടുന്നത്. പക്ഷേ സർജിക്കൽ ഒട്ടിയിരിക്കുമ്പോൾ ഒന്നും കൂടി വേദന കൂടും. അന്നേരം ഞാൻ കരുതി നമ്മുടെ സാധാരണ കൈ കൊണ്ട് പതിയെ ചെയ്യാമെന്ന് കരുതി. എനിക്ക് ചെമ്മീനും അതേപോലെ തന്നെ കൂന്തലും അങ്ങനെ നങ്ക് മീനൊക്കെ അറിയോ, മാന്തൽ, അതൊക്കെ ക്ലീൻ ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പക്ഷേ എനിക്ക് വലിയ മീൻ ഞാൻ ക്ലീൻ ചെയ്യാറില്ല. ക്ലീൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കീറി പോവും, അതായത് മുറിഞ്ഞു പോവും. അപ്പോൾ അതുകൊണ്ട് വലുത് ഞാൻ ക്ലീൻ ചെയ്യാണ്ട് വാങ്ങില്ല. വലുത് പുള്ളി വരുമ്പോഴാണ് മീനിൻ്റെ ആവശ്യം. ഇൻ കേസ് ഇപ്പം നമുക്ക് എന്തെങ്കിലും ക്ലീൻ ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ സാമാണ് വലിയ മീനൊക്കെ എനിക്ക് ക്ലീൻ ചെയ്ത് തരാറുള്ളൂ കേട്ടോ. ചെമ്മീൻ എന്നോട് ക്ലീൻ ചെയ്ത് തരാമെന്ന് പറഞ്ഞു, ഞാൻ വേണ്ടാന്ന് പറഞ്ഞു. കാരണം എനിക്ക് ചെയ്യാനല്ലേ ഉള്ളൂ. പിന്നെ എല്ലാവരും കൂടെ കൈയിട്ടാൽ എന്താ കുഴപ്പമെന്നറിയോ, ആരെങ്കിലും വീട്ടിൽ വരുവാണെങ്കിൽ വരത്തില്ല, എന്തായാലും വന്നാലും തുറക്കാനൊക്കെ ബുദ്ധിമുട്ടാവില്ലേ. ഇതൊക്കെ ഞാൻ കഴിഞ്ഞ ക്ലിപ്പിൽ പറഞ്ഞു. ഞാൻ കുറേ ദിവസം എത്തിയെടുത്ത വീഡിയോ ആയതുകൊണ്ട് എനിക്ക് അങ്ങോട്ട് ഇത് ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെ ദേ നമ്മളുടെ ചെമ്മീനെല്ലാം ക്ലീൻ ചെയ്തു. അതിനിടയിൽ അവൾ കൊണ്ടുവന്നിട്ട് മിൽക്ക് മെയ്ഡ് കഴിക്കാൻ പോവാട്ടോ. അപ്പം ഇനിയിപ്പോൾ ഒന്നുമില്ല. ഇനിയിപ്പോൾ നമ്മുടെ ക്ലീൻ ചെയ്ത ചെമ്മീനിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, ഉപ്പ്, കുറച്ച് ഞാൻ സാമിനെ നോക്കിയതാട്ടോ. ഓക്കെ അല്ലേ? മഞ്ഞൾപ്പൊടി, ഉപ്പ്, കുരുമുളക് ഇതിട്ടിട്ട് നമുക്ക് ഫസ്റ്റ് ഒന്നൊരു ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. ഓക്കെ, ആ രീതിയിൽ നമുക്കൊന്നൊന്ന് കുക്ക് ചെയ്യാം. അപ്പം ഞാനിതിൽ മസാല ഇനിയിപ്പം നമുക്ക് ചെമ്മീനിലേക്ക് നമ്മളുടെ മസാല ഇടാം. മസാല ഇടുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലൈറ്റ് മസാലയാണ് കേട്ടോ. നമുക്ക് അതായത് കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് കുരുമുളക് പൊടി, കുറച്ച് ഉപ്പ്, പിന്നെ ലേശം മല്ലിപ്പൊടി, ഇത്തരം കാര്യങ്ങൾ മാത്രമേ ഇടുന്നുള്ളൂ. എന്നിട്ട് നന്നായിട്ട് മാരിനേറ്റ് ചെയ്യുക. മാരിനേറ്റ് ചെയ്തതിന് ശേഷം ഒരു ഹാഫ് ആൻ അവർ ഞാൻ ഫ്രിഡ്ജിൻ്റെ താഴെ വെച്ചായിരുന്നു. താഴെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്രീസറിൻ്റെ തൊട്ട് താഴെ വെച്ചായിരുന്നു. അപ്പം ആ മസാലയൊക്കെ പിടിച്ചിട്ട് അവനങ്ങോട്ട് സെറ്റ് ആയിക്കോളും. അപ്പോൾ ഞാൻ ചോറ് ഇതിനിടയിൽ വേവിക്കാൻ ഇട്ടിട്ടുണ്ട്. ചോറൊന്നും വെച്ചിട്ടില്ല. അതായത് കണ്ടില്ലേ നമ്മുടെ കിച്ചൺ സ്ലാബും കാര്യങ്ങളൊക്കെ വൃത്തിയാക്കി. മക്കളെ എനിക്ക് കുക്ക് ചെയ്യണമെങ്കിലുണ്ടല്ലോ, എനിക്കെന്നല്ല മിക്കവാറും വീട്ടിൽ ഉള്ള പെണ്ണുങ്ങൾക്ക് ഇങ്ങനെയായിരിക്കും. ഇങ്ങനൊരു ആംബിയൻസിൽ കിടന്നാൽ എനിക്ക് കുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ എനിക്ക് ഒന്നും ചെയ്യാൻ തോന്നൂലെന്നേ. നമുക്കെല്ലാം എന്താ ഒരു മടുപ്പ് തോന്നും. ചെറുക്കുട്ടി അതിനിടയിൽ മിൽക്ക് മെയ്ഡൊക്കെ എടുത്ത് തട്ടുന്നുണ്ട് കേട്ടോ. അവരൊക്കെ വൈകുന്നേരത്തെ സ്നാക്സൊക്കെ കൊടുത്തായിരുന്നു. പിന്നെ ഇവിടെ കിടന്നുറങ്ങേണ്ട സമയം പാതിരിയാണെന്നറിയാമല്ലോ, അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. അതിനുശേഷം ഞാൻ പറയാൻ മറന്നുപോയി ആ സ്റ്റെപ്പും കൂടെ. അവസാനം ഞാൻ ഉപ്പിട്ട് കഴിഞ്ഞിട്ടപ്പോഴാണ് ഞാൻ ഓർത്തത് നമ്മൾ ചെറുനാരങ്ങ ഇട്ടില്ലല്ലോ എന്ന്. അങ്ങനെ ഒരു ചെറുനാരങ്ങ നമ്മളൊന്ന് സ്ക്വീസ് ചെയ്തിടുന്നത് നല്ലതാണ് കേട്ടോ. അപ്പം കുറച്ചും കൂടി ടേസ്റ്റ് വരും. അതിനുശേഷം നമ്മുടെ ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെക്കാം കേട്ടോ. അതിൻ്റെ ഫ്രിഡ്ജിലെടുത്ത് വെച്ചതിന് ശേഷം നമുക്ക് അതിൻ്റെ ചേരുവകളൊക്കെ ഒന്ന് അടുപ്പിക്കാം, എല്ലാ കാര്യങ്ങളും. അങ്ങനെ ഫ്രിഡ്ജിലെടുത്തിട്ട് അരമണിക്കൂർ കഴിഞ്ഞപ്പം ഞാനൊരു ഷാലോ ഫ്രൈ ചെയ്തെടുത്തായിരുന്നു. അതായത് കൂടുതൽ നമ്മൾ ചെമ്മീനോ കൂന്തലോ അധികം കുക്ക് ചെയ്യരുത്. ഇപ്പം ചെമ്മീനാണെങ്കിൽ ഒത്തിരി കാര്യമായിട്ട് വറുത്തിട്ടുണ്ടെങ്കിൽ റബ്ബർ പന്ത് പോലെയാവും. സെയിം തന്നെ കൂന്തലും നമ്മുടെ റബ്ബർ പോലെയാവും. പിന്നെ അതിൻ്റെ ടേസ്റ്റ് അങ്ങ് പോവും. കാരണം നമ്മൾ ഇനി ഒന്നുകൂടെ ഒന്ന് റോസ്റ്റ് ചെയ്ത് എടുക്കുമല്ലോ, അതുകൊണ്ടിട്ടാണ്. അപ്പം അത് ഞാനിത് പറയണതെന്ന് പറഞ്ഞാലുണ്ടല്ലോ, നമ്മൾ ഈ ബിഗിനേഴ്സ് ആണെന്നുണ്ടെങ്കിൽ പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പം ഒരുപാട് കുക്കിംഗ് ചാനലുണ്ട്, അതല്ല ഞാൻ പറയുന്നത്. പക്ഷേ ആരെങ്കിലും വീഡിയോ കാണുകയാണെന്നുണ്ടെങ്കിൽ അവർക്കൊരു അറിവായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. കാരണം ഈ കാര്യങ്ങളൊക്കെ ഞാൻ പണ്ട് കുറേ മണ്ടത്തരങ്ങൾ ഒപ്പിച്ച ഒരാളാണ് കേട്ടോ. എൻ്റെ കുക്കിംഗ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ, കൂന്തലൊക്കെ കുക്കറിൽ വെച്ചിട്ട് വേവിച്ചിട്ട് കുക്കർ പൊട്ടിത്തെറിക്കാൻ പോയിട്ടുണ്ട് ഞാൻ ദോഹയിലുള്ളപ്പം. അതുകൊണ്ടിട്ടാണ് ഞാൻ പറയുന്നത്. അപ്പം അത്രയൊക്കെ ഉള്ളൂ കുഞ്ഞു കുഞ്ഞു ടിപ്സ്, എനിക്കറിയാവുന്ന ടിപ്സ്, എൻ്റെ പോലെ ആദ്യമായിട്ട് തുടങ്ങുന്ന എല്ലാ ആളുകൾക്കും ഉള്ള ടിപ്പ്, അത്രേ ഉള്ളൂ കേട്ടോ. അങ്ങനെ നമ്മുടെ അടുത്ത സെഷൻ ഞാൻ പിന്നെ ഇതിട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ ഓർത്തു, എൻ്റെ പൊന്നോ എങ്ങോട്ട് പോകേണ്ട നേരത്താണ് നമുക്കിതെടുത്ത് റോസ്റ്റ് ചെയ്യാൻ തോന്നിയത്. വെറുതെ ചെമ്മീൻ ഒലത്തിയാൽ മതിയെന്നായി. കാരണം സമയം 10:45 ഏകദേശം. വിശപ്പ് ചെറുതായിട്ട് ഇവർക്ക് തുടങ്ങി. 10:45 തോന്നുന്നു കേട്ടോ, 9:45 വിശപ്പ് തുടങ്ങി. അപ്പോൾ എനിക്കും ഈ സമയം വൈകുമ്പോൾ ടെൻഷനാണ് കേട്ടോ. കാരണം ഒത്തിരി ലേറ്റായിട്ട് കൊടുക്കുന്നതും ശരിയല്ല, കൊടുക്കുന്നതും അവർക്കും ആരോഗ്യത്തിന് ഇതല്ലല്ലോ. സാമിനാണെങ്കിലും ഈ ഗ്യാസും കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ അതുകൊണ്ടിട്ട് ഞാനും ടെൻഷനായി തുടങ്ങി. പക്ഷേ നമ്മൾ എന്തായാലും തൊട്ടുപോയി.
ഇനി വേറൊരു രക്ഷയില്ല. അപ്പം ഇനി അടുത്ത് നമ്മൾ അതേ മസാലയിൽ അതേ വെളിച്ചെണ്ണയല്ല കേട്ടോ, സൺഫ്ലവർ ഓയിലാണ്, വെളിച്ചെണ്ണയിലല്ല കേട്ടോ ഞാൻ ചെമ്മീൻ വറുത്തത്. അപ്പം അതേ മസാല, അപ്പോൾ ആ മസാലയിൽ എന്താണെന്നുണ്ടെങ്കിലും നമ്മൾ നേരത്തെ ചെമ്മീൻ ഫ്രൈ ചെയ്തപ്പോൾ ഉണ്ടായ ആ ഒരു മസാല കുത്ത് ഉണ്ടാവുമല്ലോ ആ മറ്റേ ഓയിലിൽ, അപ്പം അത്ര മതി. ആ ഓയിലിലേക്ക് നമ്മളുടെ വെളുത്തുള്ളി, അതേപോലെ ചുവന്നുള്ളി, പച്ചമുളക് അതിട്ടിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിക്കുക. നല്ല സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ, ഒന്നും പറയണ്ട, നല്ല സ്മെല്ല് വരുന്നുണ്ട്. അപ്പം അത് മൂപ്പിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ അതിലേക്ക് വേണമെങ്കിൽ മാത്രം ഞാനൊരു വെജ് ക്യൂബ് ആഡ് ചെയ്തായിരുന്നു, അത് വരുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് പറ്റുമെങ്കിൽ നമ്മൾ ചെമ്മീൻ വറുക്കുമ്പം ഇത്തിരി നമ്മളുടെ വേപ്പില ഉണ്ടെങ്കിൽ ഇടുന്നത് നല്ലതാണ്. ഇവിടെ വേപ്പില ഉണ്ടായിരുന്നില്ല, അതാണ് ഞാൻ ഇടാതിരുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ വെജ് ക്യൂബാണ് ആഡ് ചെയ്യുന്നത്. എൻ്റെ അടുത്ത് നോൺ വെജിൻ്റെ ക്യൂബ് ഇല്ല. ഞാൻ നോൺ വെജ് അങ്ങനെ കഴിക്കാത്തതുകൊണ്ട് തക്കാളി റൈസൊക്കെ ഇടുമ്പം ഞാൻ ഈ ക്യൂബ് ഇടാറുണ്ട്, അപ്പോൾ നല്ല ടേസ്റ്റ് വരുമല്ലോ. അപ്പോൾ അതുകൊണ്ട് കുറച്ച് കൂടുതൽ വാങ്ങിച്ചു വെച്ചിരിക്കുന്നതുകൊണ്ടിട്ടാണ് ഞാൻ ചെമ്മീനിലേക്ക് ഇട്ടത്. പക്ഷേ ടേസ്റ്റ് കൂടത്തേ ഉള്ളൂ, ടേസ്റ്റ് മേക്കറല്ലേ. പിന്നെ ഇത് ഓപ്ഷണലാണ് ഞാനിപ്പോൾ ചെയ്യുന്നത്. ഞാൻ കുറച്ച് ഈ ചതയൻ മുളക് ഇട്ടു. സാം പറഞ്ഞു കുറച്ച് ചതയൻ മുളകും കൂടി ആഡ് ചെയ്യാൻ പറഞ്ഞു. പക്ഷേ നല്ല ടേസ്റ്റ് ആയിരുന്നു എന്ന് പറഞ്ഞിട്ടോ. ഇത് വേണമെങ്കിൽ നിർബന്ധമൊന്നുമില്ല. ശരിക്കും നമ്മൾ ആ ഓയിലിൽ തന്നെ നമ്മളുടെ ഈ പറഞ്ഞതുപോലെ ഉള്ളി വെളുത്തുള്ളിയൊക്കെ ഒന്ന് മൂപ്പിച്ച് കഴിഞ്ഞിട്ട് അതിലേക്ക് നമ്മൾ പറഞ്ഞതുപോലെ ഷാലോ ഫ്രൈ ചെയ്ത ചെമ്മീൻ ആഡ് ചെയ്യുമ്പോൾ തന്നെ നല്ല ടേസ്റ്റ് ആയിരിക്കും. പക്ഷേ ഈ ഒരു സ്റ്റെപ്പും കൂടെ ഞാൻ കൊടുത്തു. പക്ഷേ നമ്മുടെ തക്കാളി നമ്മൾ ഒരിക്കലും ഒഴിവാക്കരുത് കേട്ടോ. തക്കാളി ഇല്ലെങ്കിൽ വലിയ ടേസ്റ്റ് ഒന്നും കാണത്തില്ല. നല്ല ടേസ്റ്റായിരുന്നു എന്ന് പറഞ്ഞിട്ടോ. എന്താണെങ്കിലും സന്തോഷമായി. കാരണം നമ്മൾ കൊടുത്തു കഴിഞ്ഞപ്പോൾ അവർക്കത് ഇഷ്ടപ്പെട്ടല്ലോ, അതിന് വളരെ സന്തോഷം. അങ്ങനെ സാം ഇടയ്ക്ക് വന്നിട്ട് ഇങ്ങനെ ചില ചൊറിയണ സ്വഭാവങ്ങളൊക്കെ കാണിക്കും. അത് ഈ പറഞ്ഞതുപോലെ വിശന്നിട്ടാണോ ഈ പറഞ്ഞത്, ഇത്തിരി ലേറ്റ് ആയല്ലോ, 10 മണിയാവാൻ പോവല്ലേ, അപ്പോൾ എനിക്കത് സിഗ്നൽ തന്നതാണ് എനിക്ക് വിശക്കുന്നു എന്ന് പറഞ്ഞിട്ട്. പിള്ളേരെക്കാട്ടിലും കഷ്ടമാണ് കേട്ടോ. അങ്ങനെ പിള്ളേരാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ പഠിക്കുവാണ്, സെറക്കുട്ടി അവിടെ വേറെ എന്തോ ചെയ്യുവാണ്. സെറക്കുട്ടി ഇങ്ങനെ ഇടയ്ക്ക് വന്നിട്ട് ഈ കുഞ്ഞു സ്മോൾ ഇറ്റ്സ് എടുത്ത് കഴിക്കുന്നതുകൊണ്ട് അവൾക്ക് ഇങ്ങനെ വിശപ്പ് വരത്തില്ല. പക്ഷേ വിശപ്പ് വന്നിട്ടുണ്ടെങ്കിൽ ഒരു നാഴിക്ക് 40 വട്ടം ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും പുള്ളിക്കാരത്തി. അപ്പോൾ പിന്നെ നമ്മളെല്ലാവർക്കുള്ള ഫുഡൊക്കെ നമ്മൾ കറക്റ്റ് സമയത്ത് കൊടുക്കുന്നതാണ് അതിൻ്റെ ഒരു ആരോഗ്യത്തിന് നല്ലത് അല്ലേ. അപ്പം നമ്മുടെ റോസ്റ്റ് ശരിയായ കേട്ടോ. കുറച്ച് നേരം ഞാനൊരു 10 മിനിറ്റ് വെച്ചിട്ടാണ് ഇവർക്ക് ഞാൻ കൊടുത്തത്. അപ്പോൾ എന്നോട് പറഞ്ഞു ഒരു മുട്ട വറുത്തതും കൂടി തരാൻ പറഞ്ഞു. അപ്പോൾ നമ്മളൊന്നും നോക്കിയില്ല, ഒരു 5 മുട്ട എടുത്തിട്ട് അങ്ങോട്ട് സ്ക്രാമ്പിൾ ചെയ്തു, തക്കാളി ഇട്ടിട്ട് സ്ക്രാമ്പിൾ ചെയ്തു. അപ്പോഴും ടേസ്റ്റ് ആണല്ലോ. പിന്നെ കഴിഞ്ഞ ദിവസത്തെ നമ്മളുടെ മീൻ കറിയുടെ ചാറായിരുന്നു കേട്ടോ. നമ്മളെ പിലോപ്പി വെച്ചില്ലായിരുന്നോ, അതിൻ്റെ ചാറായിരുന്നു. അപ്പോൾ ആ ചാറ് ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ മീനിൻ്റെ ചാറ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ നമ്മുടെ കെട്ടിയവന്. അപ്പോൾ അതും കൂടി അങ്ങോട്ട് റെഡിയാക്കിയിട്ട് പിള്ളേർക്കുള്ള ഫുഡും കൊടുത്തു. അവിടെ ഇരുന്ന് അവർ കഴിക്കുന്നുണ്ട്. സാമിനുള്ളത് ഞാൻ വിളമ്പിയും കൊടുത്തു. അപ്പം അവരുടെ ഫുഡും കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. സമാധാനം, സന്തോഷം. ഇനിയിപ്പം ഈ പാത്രങ്ങളെല്ലാം കഴുകി വെച്ചിട്ട് എനിക്ക് അടുത്ത പരിപാടിയുണ്ട്. ലേറ്റ് ആയിട്ടാണെന്നുണ്ടെങ്കിലും എനിക്ക് ഭയങ്കര ഒരു എനർജി ഉണ്ട്. ബിക്കോസ് നല്ല ഉറക്കമുറങ്ങി ആ ഒരു ക്ഷീണം മാറിയല്ലോ, അതുകൊണ്ട് ഭയങ്കര സന്തോഷവും ഭയങ്കര ഒരു എനർജിയും ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ എന്തോ ടി വിയിൽ ഇവിടെ എന്തൊക്കെയോ ഇട്ടിട്ട് ഇവിടെ നമ്മുടെ പിള്ളേർ വന്നിട്ട് ടി വിയിൽ നിന്ന് കാണുകയാണ്. അപ്പം ഇവരുടെ ഫുഡും അത് ആ സമയത്ത് തന്നെ ഒരു 10-10:15 തന്നെ കഴിഞ്ഞു. ഇനിയിപ്പം എൻ്റെ അടുത്ത പരിപാടിയാണ് നമുക്ക് അയൺ ചെയ്യണം. നമ്മുടെ സെറക്കുട്ടിയുടെ യൂണിഫോം അയൺ ചെയ്യണം. ഇവക്കുട്ടിയാണ് എല്ലാം അയൺ ചെയ്യാറുള്ളത്, സെറയുടെ ഇവയുടെയും. പക്ഷേ ഞാൻ സെറയുടെ ഡ്രസ്സാണെന്നുണ്ടെങ്കിൽ വാഷ് ചെയ്താൽ ഇട്ടിട്ട് ഞാൻ പറഞ്ഞില്ല, എല്ലാം ലേറ്റ് ആയതുകൊണ്ടിട്ട് വാഷിംഗ് മെഷീനിൽ നിന്ന് എടുത്തതേ ഉള്ളൂ. ഡ്രൈ ആയിട്ടുണ്ടല്ലോ ഓൾറെഡി. അപ്പം ഇന്ന് അയൺ ചെയ്താൽ മതിയല്ലോ. അപ്പോൾ ഇവ ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ അവൾ പഠിക്കുകയല്ലേ, പഠിച്ചോട്ടെ. അപ്പം ഞാനത് അങ്ങോട്ട് ചെയ്ത് ക്ലിയർ ചെയ്തു. അപ്പോൾ അതുകൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ഇന്നത്തെ ഈ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളെല്ലാം കഴിഞ്ഞു. ഇപ്പോൾ നാളെ സ്കൂളിൽ ചോറൊന്നും അവർക്ക് കൊണ്ടുപോവേണ്ട, എക്സാം ആയതുകൊണ്ടിട്ട് ഹാഫ് ഡേ ഉള്ളൂ. അതുകൊണ്ട് അമ്മാതിരി പ്രശ്നമൊന്നുമില്ല. ഇപ്പോൾ യൂണിഫോമും കാര്യങ്ങളും എല്ലാം റെഡിയാക്കിയിട്ട് അതത് റൂമിലും കാര്യങ്ങളൊക്കെ വെച്ചു. ഇനിയിപ്പം അടുത്ത കുറച്ച് പരിപാടികൾ താഴെയുണ്ട്. താഴത്ത് കുറച്ച് സർപ്രൈസ് ഉണ്ട് കേട്ടോ. ഞാൻ എന്താണെന്ന് കാണിച്ചു തരാം കേട്ടോ. ആരും പോവല്ലേ. എന്നോട് പലരും ചോദിച്ചൊരു കാര്യമാണ്, അതിനുള്ളൊരു ഉത്തരം റെഡി ആയിട്ടുണ്ട്. ചെറിയ രീതിയിൽ, വലിയ കാര്യമായിട്ടൊന്നുമല്ല, വളരെ ചെറിയ രീതിയിലാണ് റെഡിയായിരിക്കുന്നത് കേട്ടോ. പക്ഷേ നമുക്ക് നോക്കാം, നല്ല രീതിയിൽ അതാവുകയാണെങ്കിൽ കുറച്ചും കൂടി നമുക്ക് നമ്മുടെ സംരംഭം കുറച്ചും കൂടി നമുക്ക് വ്യാപിപ്പിക്കാം അല്ലേ. അങ്ങനെ ഇനിയിപ്പം നമ്മുടെ ഈ മാതലൊക്കെ അടച്ചിടണം. ഞാൻ അടച്ചില്ലെങ്കിൽ ഇത് രാവിലെ വരെ തുറന്ന് കിടക്കും. അതാണ് ഇവിടുത്തെ അവസ്ഥ. വേറെ ആരും പിന്നെ ഇനി മുകളിലേക്ക് വരില്ല. കുട്ടികൾ വന്നാലായി, അത്രയേ ഉള്ളൂ. പിന്നെ ഇതാണ് ഞാൻ പറഞ്ഞ നമ്മുടെ പുതിയ ഒരു കുറച്ച് ആളുകളൊക്കെ നമ്മുടെ ഫാമിലിയിലേക്ക് ആഡറായിട്ടുണ്ട്. അവരെയൊക്കെ ഞാൻ പരിചയപ്പെടുത്താം കേട്ടോ. അത് നമുക്ക് വളരെ സന്തോഷമുള്ളൊരു ഫീലാണ് കേട്ടോ. ഇവിടെ ഇപ്പോൾ ഇരിക്കുമ്പം നമ്മുടെ പുറത്ത് ചെയർ ഇട്ടല്ലോ. അപ്പം
ഞാൻ കരുതി നമ്മുടെ ചെടികളും കാര്യങ്ങളൊക്കെ ഒന്ന് റീഅറേഞ്ച് ചെയ്യാമെന്ന്. ഞാൻ എന്താണെന്നറിയാം, എൻ്റെ ചെവി ഇങ്ങനെ കാണിക്കുന്നത് സെക്കൻഡ് സ്റ്റഡ് ഊരി മക്കളെ. അവസാനം ഉണ്ടായിരുന്ന ഒരു സെക്കൻഡ് സ്റ്റഡും ഊരി. കൈതേ ഈ പാച്ച് വർക്ക് സെക്കൻഡ് സ്റ്റഡ് ഊരിയത് വേറൊന്നല്ല, ഗൺ ഷൂട്ട് എനിക്ക് ഭയങ്കര പ്രശ്നമായിരുന്നു കേട്ടോ. സാമിൻ്റെ ആ കമ്മലിട്ടില്ലേ, സാം കൊണ്ടുവന്ന കമ്മൽ ഞാൻ മുകളിലാണ് ഇട്ടിരുന്നത്. അപ്പം വലിയ കുഴപ്പമൊന്നുമില്ലാണ്ട് ഹീലായതായിരുന്നു. പക്ഷേ പിന്നെ ആ കമ്മലൊക്കെ മാറ്റിയിട്ടപ്പോൾ പിന്നെയും കുളമായി. അപ്പം ഞാൻ കരുതി ഇനിയിപ്പോൾ എന്നിട്ട് അവിടെ ഒരു എന്താ പറയുക, ഒരു ഗ്രോത്ത് പോലെയൊക്കെ വന്നു ചെറുതായിട്ട്. ഇപ്പം എല്ലാം മാറിയിട്ട് ഇപ്പം ഞാൻ ഈ വോയിസ് ഓവർ ചെയ്യുമ്പോൾ ഒരു പ്രശ്നമൊന്നുമില്ല. ഞാൻ കരുതി ഞാൻ കൂടുതൽ കുളമാക്കണ്ടല്ലോ എന്ന് കരുതി എല്ലാം മൂരിക്കളഞ്ഞു. പക്ഷേ ഞാൻ നോർമലായിട്ട് കാത് കുത്തിക്കുന്നുണ്ട്, ഗോൾഡ് സ്മിത്തിനെയും കൊണ്ട് കുത്തിക്കുന്നുണ്ട്. നമ്മൾ അങ്ങനെ തോറ്റു കൊടുക്കാൻ പറ്റുമോ? അതാണ് നമ്മുടെ റീഅറേഞ്ച് ചെയ്ത പുതിയ നമ്മുടെ കുഞ്ഞു ഗാർഡൻ കണ്ട് നമ്മുടെ കുഞ്ഞു ഗാർഡൻ ഒന്ന് സെറ്റാക്കിയിട്ടുണ്ട്. പഴയ ചെടികളൊക്കെ നമ്മളിവിടെ കൊണ്ടുവന്ന് വെച്ചു. ഇവിടെ ആണെങ്കിൽ നമ്മളവരെ നോക്കുകയും ചെയ്യും, ചെടീനെ പരിപാലിക്കുകയും ചെയ്യും. കാരണം നമ്മുടെ കണ്ണെത്തും ഇല്ലേ, നമ്മൾ ചായ കുടിക്കുമെങ്കിലും അയ്യോ ചെടി ചായ കുടിച്ചില്ലല്ലോ എന്നോർത്ത് ചെടി നനച്ചു കൊടുക്കുകയെങ്കിലും ചെയ്യും. ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ചെടീനെ മൈൻഡ് ചെയ്യത്തില്ല. അപ്പം ചെടി നമ്മളോട് സ്നേഹം കാണിക്കില്ല, അവർ ഉണങ്ങി വരണ്ട് പോവുകയും ചെയ്യും. അപ്പം ഞാൻ ഈ ഒരു ഭംഗിയിലോട്ട് നമ്മുടെ ചെടികളൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട്. നമ്മുടെ മുളകാണ്. അപ്പോൾ മുളക് ഇത്രയും വെയിൽ വേണ്ടാത്ത കൊണ്ടാണ് ഒന്ന് ക്ഷീണിച്ചിരിക്കുന്നത്. അപ്പോൾ ഞാൻ മുളക് ഞാൻ താഴത്തോട്ട് ഇറക്കി വെച്ചു. അപ്പം നമ്മുടെ ചെടികളൊക്കെ വെച്ചിട്ട് ഭംഗിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇവരൊക്കെ നല്ല രീതിയിൽ വളരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചധികം കൂടി ചെടിയൊക്കെ വെച്ചിട്ട് നമുക്ക് ചെടീനെയൊക്കെ നന്നായിട്ട് പരിപാലിക്കാം. അപ്പം ഇതാണ് എൻ്റെ ഈ ഒരു ഈവനിങ്ങിലെ വിശേഷം ഇന്നത്തെ. അപ്പം ലവ് യു, ടേക്ക് കെയർ. വീഡിയോ കാണുന്ന എല്ലാവർക്കും ഒരുപാട് സന്തോഷം. ലവ് യു, ബൈ.